Hi, what's up? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. UFC 299. അപ്പോൾ UFC 298 ഓൾറെഡി കഴിഞ്ഞു. UFC 300 എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു UFC 299 ഉണ്ട്. ആ കാർഡിലെ ഫൈറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ മതിയായിരിക്കും. അറിയാമല്ലോ, മെയിൻ ഇവൻറ്റ് ഷോണോമേലിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. UFC 299 മെയിൻ ഇവൻറ്റ് ഷോണോമേലി വേഴ്സസ് മാർലൺ വെറ, ചീറ്റോ വെറ. ഓക്കെ, അപ്പോൾ മെയിൻ ഇവൻറ്റ് ഷോണോമേലി. അപ്പോൾ ഇവർ തമ്മിൽ, ചീറ്റോ വെറ, ഷോണോമേലി, ഇവർ തമ്മിലൊരു പഴയ പക കിടപ്പുണ്ട്. പഴയ ഫൈറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഷോണോമേലി ഷുഗർ വല്ലാതെ കത്തിക്കേറിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പുള്ളിയുടെ കാലിന് എന്തോ ഒരു പരിക്ക് പറ്റി. അപ്പോൾ അത് ചീറ്റോ വെറ മുതലെടുത്തുകൊണ്ട് പുള്ളിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ ഒരു പക കിടപ്പുണ്ട്. പിന്നെ ഷുഗറിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഷുഗർ ഓൺലൈൻ മീഡിയത്തിൽ വല്ലാതെ അങ്ങ് പ്രഹസനവും നടത്തത്തില്ല. പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒളിച്ചും പാത്തുമൊക്കെയാണ്, ആരും അറിയുന്നില്ല. പക്ഷേ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അത് എത്തിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ ഒരു ഗും എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ഇത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ദീപക് പറയുണ്ടായി, ആ ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റാർ പവറാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർ പവർ ഈ ഷുഗറിനുണ്ട്, ഷോണോമേലിക്കുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അത് നല്ലൊരു ഫൈറ്റാണ്. കോമെയിൻ ഇവൻറ്റ് ഡസ്റ്റിൻ പോറിയർ, പിന്നെ ബെനോയ്. അദ്ദേഹം പൊതുവേ നമ്മൾ അങ്ങനെ ഒരു കേൾക്കാത്ത കളിക്കാരനാണ്. അപ്പോൾ ഈ ഫൈറ്റിലൂടെ അറിയും. പുള്ളി ഓൾറെഡി 13 ഫൈറ്റ്സ് കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ഒരു ഫൈറ്റ് തോറ്റിട്ടുണ്ട്. ഡസ്റ്റിൻ പോറിയർ ലെജൻഡാണ്, പോറിയെ. അപ്പോൾ ഡസ്റ്റിൻ പോറിയർ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒന്ന് കുറേ നാളിന് ശേഷമാണ് പുള്ളിയുടെ ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഫൈറ്റ് ഓസം, കെവിൻ ഹോളണ്ട്, മൈക്കിൾ പേജ്. കെവിൻ ഹോളണ്ട് നല്ലൊരു സ്റ്റാൻഡപ്പ് ഫൈറ്ററാണ്, എൻ്റർടൈനിങ് ഫൈറ്ററാണ്. അതിൻ്റെ കൂടെ തന്നെ മൈക്കിൾ പേജ് ഒരു വളരെ മറ്റ് പ്രൊമോഷൻസിലെല്ലാം ടാലൻറ്റ് തെളിയിച്ചതിന് ശേഷം കുറച്ചൊന്ന് വൈകിപ്പോയി UFC-ലെത്താൻ. പക്ഷേ നല്ലൊരു സ്റ്റാൻഡപ്പ് ഫൈറ്റ് ആയിരിക്കും കേട്ടോ. മൈക്കിൾ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൈക്കിൾ വെനം പേജ് എന്നാണ്, MVP. പുള്ളിയുടെ ഫൈറ്റ്സൊക്കെ ഒന്ന് കണ്ടു നോക്കും. പുള്ളി ഇടയ്ക്ക് ഡ്രാമയൊക്കെ കളിക്കും. പുള്ളി ഒരു ആൻഡർസൺ സിൽവയെ പോലെയൊക്കെയാണ്. ഇടയ്ക്ക് കളിയുടെ ഇടയ്ക്കൂടെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കും. അതായത് നല്ല എൻ്റർടൈനിങ് ആണ് പുള്ളി, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ അടുത്തത് ഗിൽബർട്ട് ബേൺസ് വരുന്നുണ്ട്. അദ്ദേഹം ഒരു സ്റ്റാറാണ് അത്യാവശ്യം. പിന്നെ എതിരാളി പൊതുവേ നമ്മൾ കേൾക്കുന്ന ജാക്ക് ഡെല്ല എന്ന് പറഞ്ഞിട്ട് ഗിൽബർട്ട് ബേൺസ്. ലാസ്റ്റ് മെയിൻ ഇവൻറ്റിലെ ലാസ്റ്റ് കളി പീറ്റർ യാൻ ആൻഡ് സോങ് യാഡോങ്ങിനെ എനിക്കറിയാം. അദ്ദേഹം ചൈനീസ് കളിക്കാരനാണ്. അത്യാവശ്യം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. 21 ഫൈറ്റ്സ് ജയിച്ചിട്ടുണ്ട്, ചില്ലറ കാര്യമല്ല. പീറ്റർ യാനേക്കാളും കൂടുതൽ കളി കളിച്ചിട്ടുണ്ട്. പീറ്റർ യാൻ റഷ്യൻ, അറിയാമല്ലോ. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ UFC 299 ഈസ് സ്റ്റാക്ഡ്. അപ്പോൾ എന്താണ് ഈ സ്റ്റാക്ഡ് എന്ന് പറഞ്ഞത്? സ്റ്റാക്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം ഇംഗ്ലീഷിൽ? ഫുൾ പാക്ഡ് ആണ്, ഒന്നിനു പുറകെ ഒന്ന് മനോഹരമായ ഫൈറ്റുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തൽക്കാലം ഇത് മതിയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ നോക്കിക്കാണുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഷുഗർ, മെയിൻ ഇവൻറ്റ് ഷുഗർ ഷോണോമാലി. അപ്പോൾ ഇത് മാർച്ച് 10-ാം തീയതിയാണ്, ഞായറാഴ്ച, മാർച്ച് 10-ാം തീയതി. അവിടെ ശനിയാഴ്ച രാത്രി നടക്കും, നമുക്ക് ഞായറാഴ്ച കാണാനായിട്ട് സാധിക്കും. അധികം നാളുകളില്ല, മാർച്ച് 10 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തിപ്പോയി. അപ്പം ഞാൻ ഷുഗർ ഷോണോമേലിയുടെ കളി എനിക്ക് കാണണമെന്നുണ്ട്. ആ ഒരു പോരാട്ടം ചീറ്റോ വെറ ആൻഡ് ഷുഗർ, ഡസ്റ്റിൻ പോറിയർ കുറേ നാളിന് ശേഷമാണ്. പിന്നെ ഈ മൂന്നാമത്തെ കളി ഹോളണ്ട് മൈക്കിൾ പേജ്, അതിനും എക്സൈറ്റഡ് ആണ്. പിന്നെ ഗിൽബർട്ട് ബേൺസ് പീറ്റർ യാൻ, ഓക്കെ. പക്ഷേ മെയിൻലി ഈ 3 കളിക്ക് ഞാൻ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റ് ദീർഘമായ വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഐ ആം ഔട്ട്. ഹെൻറി സൗഡോ പറയുന്ന പോലെ ഐ ആം ഔട്ട്.